ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദീപക് എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ദീപക്, യഥാർത്ഥ പേരല്ല. 29 വയസ്സുണ്ട്. നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിലും നല്ലൊരു ജോലി കിട്ടാൻ താമസിച്ചു. കഴിഞ്ഞതിൻ്റെ അങ്ങ് വർഷമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയത്. അതിനു മുമ്പ് ഒരു 25 വയസ്സായപ്പോഴേ വിവാഹം കഴിച്ച് സെറ്റിലാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടും നല്ലൊരു ജോലി ഇല്ലാത്തതുകൊണ്ടും അത് നീണ്ടു പോയി. സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഇഷ്ടമുള്ളൊരു പെണ്ണെ കല്യാണം കഴിക്കണം. എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണ്, എല്ലാ ലക്ഷണങ്ങളുമൊത്ത്, അതിൽ കോംപ്രമൈസ് പാടില്ല. വേറെ പണമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ പലപ്പോഴും യാത്രക്കിടയിൽ ഞാൻ പെൺകുട്ടികളെ സെർച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ അതിലൊന്നും പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് തൊട്ടു താഴെയുള്ളൊരു സ്ഥാപനമുണ്ട്. അവിടെ പ്രശസ്തമായൊരു ലേഡീസ് ബൊട്ടീക്കാണ്. അവിടെ വെച്ചൊരു ദിവസം ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. നല്ല സുന്ദരിയായ ഒരു പെണ്ണ്, 25 വയസ്സെങ്കിലും കാണും. അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കല്യാണം കഴിച്ചാൽ ഇതുപോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം. പിന്നെ ഞാൻ പലതവണ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു ഇതാരാണെന്നും. അപ്പോൾ അവിടുത്തെ ചില തുണികളൊക്കെ ഫാഷൻ ഡിസൈനിങ് ചെയ്ത് കൊടുക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ പുറകെ നടക്കുകയായിരുന്നു ഞാൻ. പിന്നീട് അവൾ എന്നെ ഒത്തിരി വട്ടം റിജക്റ്റ് ചെയ്തു. എങ്കിലും ഞാൻ പുറകെ നടന്ന്, ഞാൻ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്, പെർമനൻറ്റ് ജോബാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ജാതി ഞാൻ പറഞ്ഞു. അവൾ എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് 2-3 വട്ടം കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ അനുകൂലമായൊരു സ്വഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവസാനം എന്നോട് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പറഞ്ഞത് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു പാർക്കിൽ പോയി. അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ ചെറുപ്പത്തിലെ അമ്മയെ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. പിന്നെ അമ്മയ്ക്ക് ജോലിയുണ്ട്, വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അമ്മ ദീർഘദൂര യാത്ര നടത്തുന്ന ആളാണ്. അമ്മയുടെ ഒരകന്ന ബന്ധുവായ സ്ത്രീ വീട്ടിൽ കൂട്ടി നിൽക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അവരുടേത് മെച്ചപ്പെട്ട കുടുംബം തന്നെയാണ്. അതുകൊണ്ട് ജോലിയൊന്നും കണ്ട് ചാടി വീഴേണ്ട കാര്യം അവർക്കില്ല. അമ്മയോട് ഞാൻ ആദ്യം സംസാരിക്കാം, അത് കഴിഞ്ഞ് നിങ്ങളെൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഈ കല്യാണം നടക്കും, അല്ലെങ്കിൽ പ്രേമമാണെന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ പറ്റില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് അമ്മേനെ വളർത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചോളാമെന്ന്. അത്യാവശ്യക്കാരൻ ഞാനല്ലേ. അങ്ങനെ ഒരു ദിവസം അവൾ പറഞ്ഞതനുസരിച്ച് ഞായറാഴ്ച അവളുടെ അമ്മയെ കാണാൻ പോയി. മാഡം, കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവളുടെ അമ്മയാണോ, അവളുടെ അനിയത്തിയാണോ, അതോ ചേച്ചിയാണോ? ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചത് ഇത്തിരി പ്രായമുള്ളൊരു സ്ത്രീയാണ്. ഇത് പക്ഷേ അവളേക്കാൾ 10 മടങ്ങ് സൗന്ദര്യമുള്ളൊരു സ്ത്രീ. അവർക്ക് ഇനിയും വേണമെങ്കിൽ 2 കല്യാണം കഴിക്കാം, അത്രയും ചെറുപ്പം. ഞാൻ അന്തവിട്ട് ഇതുതന്നെയാണോ നിൻ്റെ അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആണെന്ന്. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഇവളുണ്ടായത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, കല്യാണം എന്ന് പറഞ്ഞ കൺസെപ്റ്റിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ ജീവിതം തന്നെ ദുരന്തമായിരുന്നു. വിവാഹ ജീവിതമല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെയും പ്രേമിച്ച് കല്യാണം കഴിക്കുക ആയിരിക്കരുത് നിൻ്റെ ലക്ഷ്യം. നിൻ്റെ ഇഷ്ടങ്ങളെ പിന്തുടരണം. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ബൊട്ടിക്കിലും മറ്റും നല്ല നല്ല വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത്. അത് അവളുടെ പാഷനാണ്, അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവൾക്ക് വിവാഹ ജീവിതം വേണ്ടതാണോ? വേണം, പക്ഷേ എന്നാലും എനിക്കതൊരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല. ഇവൾക്ക് ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റായിട്ട് നഗരത്തിലോ മറ്റോ മാറി താമസിക്കാം. അതല്ലാതെ നിങ്ങളുടെ വീട്ടിൽ പോയി എൻ്റെ മകൾ അവിടെ ജോലി ചെയ്ത് നിൻ്റെ അച്ഛനെ അമ്മയെ സന്തോഷിപ്പിക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുക, നാട്ടുകാർ വരുമ്പോൾ അവരെ സൽക്കരിക്കുക, ബന്ധുക്കളോട് സംസാരിക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അമ്മേ, അതൊക്കെ നാട്ടു നടപ്പല്ലേന്ന്. ആ നാട്ടു നടപ്പൊന്നും ഞാൻ സമ്മതിക്കില്ല. അതിന് കാരണം നാട്ടു നടപ്പനുസരിച്ച് ജീവിക്കുന്നൊരു സ്ത്രീയല്ല ഞാൻ. ഞാൻ ആരെയും ശ്രദ്ധിക്കാറുമില്ല. നിനക്ക് ഈ കാര്യങ്ങളൊക്കെ സമ്മതമാണെങ്കിൽ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. അതിന് നീ ഇപ്പം മറുപടി പറയണ്ട, 1 മാസം സമയം തരാം എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും അവരുടെ സംസാരമൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടു പോയി. മാഡം, ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ജീവിക്കുമോ, പറയുമോ? ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എൻ്റെ വീട്ടുകാരോട് ഞാൻ എങ്ങനെ പറയും? ഇത് വല്ലാത്തൊരു കടമ്പ തന്നെ. എങ്കിലും ഞാൻ ഓർത്തു, ഇവളെക്കാൾ സുന്ദരി എനിക്ക് കിട്ടാൻ വലിയ പാടാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്, മനസ്സിനകത്ത് കയറി പറ്റുകയും ചെയ്തു. ഞാൻ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ മൂക്കത്ത് വിരൽ വെച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, ഒത്തിരി നിർബന്ധിച്ചപ്പോൾ വീട്ടുകാരും അതിന് സമ്മതിച്ചു. ഞാൻ പോയി അവളുടെ അമ്മയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കാനുണ്ട്, ഒരു ദിവസം നമ്മൾ രണ്ടുപേരും സംസാരിക്കും, ഞാൻ സമയം പറയാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു ദിവസം അവർ കാറുമായി എൻ്റെ ഓഫീസിൽ വന്നു വൈകുന്നേരം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മുന്നോട്ട് പോയി. അവരോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ പറ, നമുക്ക് ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോയാലെന്നോ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ അകലെ ബീച്ചില്ലേ, അവിടേക്ക് പോകാമെന്ന്. അത്രയും ദൂരം പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ കേൾക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകാമെന്ന്. എങ്കിൽ നീ ബീച്ചിലേക്ക് വണ്ടി വിട്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി വായിച്ചു. അപ്പോൾ എനിക്കറിയാം അവരെന്തെങ്കിലും പറയുമെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാനിനിയും ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്. അതും കൂടി കേട്ട് കഴിഞ്ഞ് നിനക്കിഷ്ടമാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ. എന്നിട്ട് എന്നോട് പുള്ളിക്കാരി പറഞ്ഞു, 16ാമത്തെ വയസ്സിലാണ് ഞാൻ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്നത്. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാളായിരുന്നു. അയാൾക്കന്ന് 20 വയസ്സേ കാണുകയുള്ളൂ. എൻ്റെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അന്ന് എനിക്ക് അയാളുടെ സൗന്ദര്യത്തിൽ ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മതിൽ ചാടി ഓടിയെന്ന് പറയാം. പക്ഷേ അയാൾ എന്നെ കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ്. അയാളുടെ 2 ഫ്രണ്ട്സ് അവിടെ ഉണ്ടത്രേ. എന്തായാലും ആ 2 പേരുടെ കൂടെയാണ് ഞാൻ താമസിച്ചത്. ടോട്ടൽ 4 പേരാണ്. ബാക്കി എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ 3 പേര് ആണുങ്ങളാണ്. ആ പ്രായത്തിൽ എനിക്കത്ര പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. അതിന് കാരണമുണ്ട്. കാരണം 3 പേരും നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്. എൻ്റെ ഭർത്താവിനെ എനിക്കിഷ്ടമാണെങ്കിലും മറ്റ് 2 പേരോടും എനിക്ക് നല്ല താല്പര്യം തോന്നി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനും യാതൊരു പ്രശ്നവുമില്ല. ഭർത്താവൊന്നും പറയാൻ പറ്റില്ല, ആ പ്രായവുമല്ല. എങ്കിലും പിന്നീട് 3 പേർക്കും കഞ്ഞിയും കറിയും വെച്ച് വിളമ്പി 3 പേരുടെയും ഭാര്യയായിട്ട് ഞാൻ മാറുകയായിരുന്നു. 3 പേരും മത്സരിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചു. ചിലപ്പോൾ 2 പേരാകും എൻ്റെ ഇടവും വലവും, ചിലപ്പോൾ 3 പേരാകും, ചിലപ്പോൾ ഒറ്റയ്ക്ക്. അങ്ങനെ 3 പേരും കൂടി എന്നെ മുന്നോട്ട് നയിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഗർഭിണിയാകുകയും പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അവർ എന്നെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ പലയിടത്തും അലഞ്ഞു നടന്നു. പലരോട് സഹായം ചോദിച്ചു, സഹായം കിട്ടിയില്ല. അങ്ങനെ അവസാനം ഒരു വൈദികനെ കണ്ടു. അദ്ദേഹമാണ് എനിക്ക് കേരളത്തിൽ ഒരു മഠത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നത്. അവിടെ വെച്ചാണ് ഞാൻ പ്രസവിച്ചത്. കുറേ വർഷം അവിടെ ഉണ്ടായിരുന്നു. കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 വർഷത്തോളം. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അവിടുന്ന് ചെറിയൊരു ജോലി തരപ്പെടുത്തി എൻ്റെ മകളെയും കൊണ്ട് ഒരിടത്തേക്ക് മാറിയത്. ഞാൻ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിൽ ഒരു സ്ത്രീയുണ്ട്. അതീവ സുന്ദരിയാണ്. ഒരു 40 വയസ്സ് കാണും. അവർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു താമസം. പതിയെ അവരുടെ ബിസിനസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവർക്കും ചില അക്കിടി പറ്റിയാണ് ഈ ഒരു രീതിയിലേക്ക് വന്നതെന്ന് അവരെന്നോട് പറഞ്ഞു. എങ്കിലും അവർ എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് എന്നെ ഒരിക്കൽ പോലും ഇതിനൊന്നും നിർബന്ധിച്ചില്ല. എൻ്റെ മകളെയൊക്കെ അവർക്ക് വലിയ കാര്യമായിരുന്നു. ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, എന്തായാലും 3 പേരെ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിനക്ക് ഈ ജോലിയേക്കാൾ നല്ല മികച്ച സൗകര്യങ്ങളുള്ള ഒരു ജോലി ഞാൻ ഒപ്പിച്ചു തരാം. പക്ഷേ 1 വർഷമെങ്കിലും നീ മെനക്കെടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താണെന്ന്. അവരുടെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ മുതലാളിയാണ്. അയാൾക്ക് ഒരു പ്രശ്നമുണ്ട്. 2 വർഷമായിട്ട് പുള്ളിക്കാരൻ്റെ വൈഫ് വയ്യാതെ കിടക്കുകയാണ്. കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല. പുള്ളിക്ക് ഹോട്ടൽ റൂമുകളിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മറ്റുള്ളവർ കാണാനോ അറിയാനോ ഒട്ടും താല്പര്യമില്ല. പുള്ളിക്ക് വേണ്ടത് രഹസ്യമായ ബന്ധമാണ്. ഭാര്യയ്ക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭാര്യ കൂടി അംഗീകരിക്കുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവൂ എന്നാണ് വ്യവസ്ഥ. ഇതിനിടയ്ക്ക് ചേച്ചിയോട് അയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചിയാണെങ്കിൽ 3-4 പെൺകുട്ടികളെ കൊണ്ട് കാണിച്ചു. പക്ഷേ ഒന്നും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മോളെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ കാര്യങ്ങൾ ഓക്കെ ആകും. ഞാൻ പറഞ്ഞു, എന്താ ചേച്ചി പറഞ്ഞത്? എടി, ഇട്ട് മൂടാനുള്ള സ്വത്തുള്ള ആൾക്കാരാണ്. നീ ആഴ്ചയിൽ 2-3 ദിവസം ആ വീട്ടിൽ ചെല്ലുക, അയാളോടൊത്ത് കഴിയുക. പക്ഷേ അതിനു മുമ്പ് അയാളുടെ ഭാര്യയെ കാണും. ഭാര്യയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൂടെ കഴിയാൻ അനുവദിക്കും. അതോടുകൂടി നിനക്ക് വെച്ചടി കയറ്റമായിരിക്കും. പിന്നെ നീ ചോദിക്കുന്നതും നിനക്ക് കിട്ടും. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ കൂടി അവർ തിരിച്ചു വരികയാണെങ്കിൽ ആ സമയത്ത് നീ അയാളുടെ മനസ്സിലെയും അന്തഃപുരത്തിലെയും സ്ഥാനം ഒഴിയേണ്ടി വരും. പക്ഷേ അതിന് പകരം നിനക്ക് കിട്ടാൻ പോകുന്നത് കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഉള്ള സ്വത്തുക്കളായിരിക്കും, ജോലിയായിരിക്കും. നിന്റെ ജീവിതം സെറ്റിലാകും. മോളെ, നീ വരുന്നോ? ഒരു പരീക്ഷണമാണ്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരിയാണ്, അതുകൊണ്ട് അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു കെട്ടുകഥ പോലെയാണ് തോന്നിയത്. എങ്കിലും അവസാനം ഞാൻ ഓർത്തു, 3 പേരുടെ കൂടെ ഞാൻ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. അവസാനം എനിക്ക് കിട്ടിയത് ഇങ്ങനെയൊരു ജീവിതാനുഭവമാണ്.
ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴോർത്തു, നല്ലൊരു ഭാര്യയാകാൻ എനിക്ക് പണ്ടും ആഗ്രഹമില്ല. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ ഒളിച്ചോടിപ്പോയിട്ട് ഒരു റൂമിലുള്ള 3 പേരുടെയും ഭാര്യയായിട്ട് ഞാൻ കഴിഞ്ഞു. എനിക്ക് അതിൽ ഒന്നും തോന്നിയില്ല, സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ സ്ത്രീയുടെ മനസ്സോ അല്ലെങ്കിൽ കുടുംബം ഉണ്ടാക്കാനുള്ള ഒരു ത്വരയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. സുന്ദരനായ ഒരുത്തനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വെറും ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഒളിച്ചോടിപ്പോയി. എൻ്റെ ലക്ഷ്യം മറ്റു പല രസങ്ങളുമായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതിനിടയ്ക്ക് കുട്ടിയൊക്കെ ഉണ്ടായത് വളരെ ഒരു ശല്യമായിട്ടാണ് ആദ്യം എനിക്ക് തോന്നിയത്. എന്തായാലും എൻ്റെ മനസ്സിത് കൊണ്ട് ഫാമിലി ലൈഫ് പറ്റില്ല. ഇനിയിപ്പോൾ ഒരിക്കലും അടുത്തൊരു കുട്ടിയോ ഭർത്താവോ ഫാമിലി ലൈഫോ വേണ്ട. വേണ്ടത് പണമാണ്, അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ്. അതിന് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ റെഡിയാകാം, ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ച് ഒരു ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവർക്ക് ജസ്റ്റ് എഴുന്നേറ്റ് ചാരിയിരിക്കാം, അത്രേ പറ്റുകയുള്ളൂ. അവർ പണ്ട് സുന്ദരിയായ ഒരു സ്ത്രീയാണെന്ന് കണ്ടാലറിയാം. അവരുടെ ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു. ഭർത്താവിന് വേണ്ടിയിട്ടാണ്. 2 പേരുള്ള മുറിയിലേക്ക് എന്നെ ആക്കിയിട്ട് ചേച്ചി തിരിച്ചുപോയി. അവരെന്നോട് എൻ്റെ ജീവിതകഥകളൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എല്ലാവരും എൻ്റെ ഭർത്താവുമായിട്ട് അടുത്തിടപഴകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കാരെയും വിശ്വാസമില്ല. അടിമുടി സ്ത്രീത്വമുള്ള നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീയാണെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുകയുള്ളൂ. എൻ്റെ അവസ്ഥയിൽ എനിക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഭർത്താവ് അവിടെ ഇരിക്കുകയാണ്. അങ്ങേർക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഭാവപ്രകടനങ്ങളോ ഒന്നുമില്ല. സ്വത്തെല്ലാം അവരുടേതാണെന്ന് എനിക്കപ്പോഴേ തോന്നി. എന്തായാലും അവരെന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ചേട്ടൻ നിന്നെ മൊത്തം ഒന്ന് കാണട്ടെ, എല്ലാം ഒന്ന് തിരശ്ശീല മാറ്റൂ എന്ന് പറഞ്ഞു. എനിക്കത് കേട്ട് വല്ലാത്ത ഷോക്കായിരുന്നു. എങ്കിലും അവർ വളരെ ശക്തിയായിട്ട് ആജ്ഞാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോന്നായി ഞാൻ എല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണിക്ക വെച്ച പോലായി. അവർ എന്നെ അടിപിടി നോക്കി, മുന്നിലേക്ക് തിരി, സൈഡിലേക്ക് തിരിക്ക്, അതേപോലെ ചരിഞ്ഞു നിൽക്കൂ, ചാഞ്ഞു നിൽക്കൂ, കാലുകൾ വിസ്തരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് പരീക്ഷണങ്ങൾ നൽകി. അവസാനം അങ്ങേരോട് പറഞ്ഞു, ചില ടെസ്റ്റുകൾ ചെയ്തു നോക്കാൻ. കൈവിരലുകൾ കൊണ്ടുള്ള ചില ടെസ്റ്റുകളാണ്. അതിലും ഞാൻ ഓക്കെ ആയി. അവർ പറഞ്ഞു, നീ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, ഓക്കെ, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ചേട്ടൻ 1 മാസം നിന്നെ 10-12 തവണ വിളിക്കും. ആ സമയത്ത് നീ വരണം. 4 മണിക്കൂറിൽ കൂടുതൽ നിനക്ക് ഡ്യൂട്ടി ഉണ്ടാകില്ല. പോകാൻ നേരം നിനക്ക് നല്ല തുക തരും എന്ന് പറഞ്ഞു. അത് അന്നത്തെ സമയത്ത് പോലും 30,000 രൂപയ്ക്കൊക്കെ മേളിലായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബോധം പോയെന്ന് പറയാം. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, നീ അദ്ദേഹത്തെ വല വീശി പിടിക്കരുത്, പ്രേമം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വലിച്ചിഴക്കരുത്. അതേപോലെ തന്നെ നീ പോയി ഓപ്പറേഷൻ ചെയ്ത് നിർത്തണം, നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നെയാണ് മാഡം കാര്യങ്ങളെല്ലാം നോക്കിയത്. ഓപ്പറേഷൻ ചെയ്ത് നിർത്തിയതിന് തന്നെ എനിക്ക് വലിയൊരു തുക ആദ്യമേ തന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവരുടെ അന്തഃപുരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എല്ലാം റെഡിയായി ഞാൻ ചെന്നപ്പോൾ ഓർത്തത് അയാളുമായിട്ട് വേറൊരു മണിയറിലേക്ക് പോകണമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അവർ കിടന്ന റൂം തന്നെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കാണാവുന്ന രീതിയിൽ അവിടെ വലിയൊരു ബെഡുണ്ട്. അതിലേക്കാണ് എന്നെ നയിച്ചത്. ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നീ എന്താ ഓർത്തത്, എൻ്റെ ഭർത്താവിനെ വലിച്ചോണ്ട് നിനക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നാണോ? എൻ്റെ കൺമുന്നിൽ വെച്ചാണ് എല്ലാം നടക്കേണ്ടത് എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഞാൻ പിന്നെയും ഞെട്ടിപ്പോയി. എന്ത് ചെയ്യാനാണ്, വിചിത്രമായ ആളുകളുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും വിചിത്രരായി പോകും. എനിക്ക് ആദ്യമൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടായിരുന്നു. അയാൾക്ക് ഒരു പ്രശ്നമില്ല, സന്തോഷമാണ്. അയാൾ എന്നോട് പറഞ്ഞത്, ഇവൾ അനുവദിക്കുന്ന സുദിനം കാത്ത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവളുടെ അനുവാദമില്ലാതെ എനിക്ക് വേറെങ്ങും പോകാൻ പറ്റില്ല. കാര്യം എൻ്റെ മനസ്സ് ഇവളിൽ അത്രയ്ക്ക് അറ്റാച്ച്ഡാണ്. അവൾ പറഞ്ഞതുപോലെ എനിക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അവൾ പറയുമ്പോൾ മാത്രമേ എൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പുറത്തു വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓർത്തു, ഇത് വിചിത്രം തന്നെ. സൈക്കിക്കായിട്ടുള്ള ആൾക്കാരാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണും. എന്ത് ചെയ്യാനാണ്? എനിക്ക് ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്ക് കിട്ടണം പണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ തവണയും കയ്യിൽ കിട്ടുന്നത് 1000-ങ്ങളോ 10,000-ങ്ങളോ ആണ്. ശരിക്കും എൻ്റെ ജീവിതം പുഷ്ടിപ്പെടുകയായിരുന്നു. മകളെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത ബന്ധുവായ സ്ത്രീയെ ഞാൻ തന്നെയാണ് കൂടെ കൂട്ടിയത്. അവർക്കും എന്നെ കൊണ്ടൊരു സഹായമായി. കാര്യം അവർക്കും ആരുമില്ലായിരുന്നു. അങ്ങനെ മകളെ സംതൃപ്തകരമായിട്ടുള്ളൊരു കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഞാനും ഈ ഒരു കാലത്തിലേക്ക് തുനിഞ്ഞിറങ്ങി. 1-2 വർഷം എനിക്ക് സമ്പാദിക്കാനുള്ള അവസരമായിരുന്നു. വീടും മറ്റു കാര്യങ്ങളുമെല്ലാം അയാളിൽ നിന്ന് എനിക്ക് കിട്ടി.
ഇനിയിപ്പോൾ ഇത് തുടരേണ്ടി വരില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആ സ്ത്രീ മരിച്ചു പോയത്. അതോടുകൂടി ഞാൻ ഓർത്തു ഇനി അയാൾ എന്നെ വിളിക്കില്ലായിരിക്കുമെന്ന്. അവിടെ എൻ്റെ ശുക്രദശ തുടങ്ങുകയായിരുന്നു. അയാളെന്നെ പിന്നീട് കല്യാണമൊന്നും കഴിച്ചില്ല. കാര്യം അയാളുടെ ഭാര്യയുടെ സ്വത്താണല്ലോ. അയാൾ കല്യാണം കഴിക്കാതെ ഈ കമ്പനികളെല്ലാം നോക്കി നടത്തുകയായിരുന്നു. പിന്നീട് ആ കമ്പനിയിലെ ഉയർന്ന സ്ഥാനത്തേക്ക് എന്നെയും ചേർത്തു. ഞാൻ അവിടെയാണ് ഇപ്പോഴും ജോലി ചെയ്തത്. പുള്ളി ഇപ്പോൾ കുറച്ചൊക്കെ വൃദ്ധനൊക്കെ ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതൊന്നുമല്ല. ഇതിലും എന്താണ് എന്നുള്ള രീതിയിൽ ഞാൻ അമ്മായിമ്മയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, എടാ എനിക്ക് എൻ്റെ അടുത്ത് പെരുമാറാൻ കിട്ടുന്ന സൗന്ദര്യമുള്ള ആണുങ്ങളോട് ഒത്തിരി ആർത്തിയാണ്. ഒരു സ്ത്രീക്ക് ഇല്ലാത്ത ആർത്തി അലകടൽ പോലെയാണ് എൻ്റെ മനസ്സ്. ഒരിക്കലും അത് അടങ്ങില്ല. നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ അവരെ സ്വന്തമാക്കാൻ വേണ്ടി തുടിക്കുന്നൊരു മനസ്സാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ ഓഫീസിലൊക്കെ വരുന്ന, ഇൻ്റർവ്യൂവിന് വരുന്ന, അല്ലെങ്കിൽ എനിക്കിഷ്ടം തോന്നുന്ന ആളുകളെല്ലാം ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിലാണ്. അത് മാസാമാസം ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഒരാളോടുള്ള ബന്ധം എനിക്ക് മടുക്കും വരെയാകും. അത് കഴിയുമ്പോൾ പുതിയ ജില്ലകളിൽ ഞാൻ ഊഞ്ഞാല് കെട്ടി ആടും. അതുമാത്രമല്ല, വളരെ ക്രേസിയായുള്ള പല കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. ഒന്നിലും ഒരു തടസ്സമുള്ളത് എനിക്കിഷ്ടമല്ല. ശരിക്കും ഞാൻ ആടി നടക്കുന്നൊരു സ്ത്രീയാണ്. നിനക്കിപ്പോൾ എൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. നിൻ്റെ അമ്മായിയമ്മ ഇങ്ങനൊരു സ്ത്രീയാകാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ അതും സമ്മതമാണെങ്കിൽ മാത്രമേ നീ ഈ കല്യാണത്തിന് സമ്മതിക്കാവൂ. കാരണം ഞാൻ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കും. ചിലപ്പോൾ മദ്യപിക്കും, പാർട്ടിക്ക് പോയിട്ട് വരും. ഇനിയിപ്പോൾ ഞാൻ വരുമ്പോൾ നീയാണ് എൻ്റെ കൺമുന്നിൽ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുലവാഴകൾ ഞാൻ പിടിച്ച് കുലുക്കുക മാത്രമല്ല, ചിലപ്പോൾ സ്വന്തമാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാനത് സ്വന്തമാക്കും. ഇപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. എനിക്ക് മരുമകനെന്നോ അല്ലെങ്കിൽ മകനെന്നോ എൻ്റെ ഭർത്താവെന്നോ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റുമില്ല. എൻ്റെ മുന്നിൽ എൻ്റെ അത്യാവശ്യത്തിന് ആരാണോ ഉള്ളത് ആ ആൾ ഞാൻ പറഞ്ഞത് അനുസരിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മകളെ കിട്ടി നീ എൻ്റെ സർക്കിൾ തന്നെയാകും കഴിയുക. ആ സമയത്ത് മകളെ മാത്രമല്ല ഈ അമ്മായിയമ്മയായ എന്നെയും നിനക്ക് മാനേജ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എന്തൊക്കെയായി പറഞ്ഞത്? അമ്മയുടെ സ്വഭാവം എന്തായാലും അത് അമ്മയുടെ പേഴ്സണൽ കാര്യമാണ്. അത് ഞാൻ അംഗീകരിച്ചാൽ പോരെ? എനിക്ക് അമ്മയുടെ മോളാണ് ഇഷ്ടം. അമ്മയുടെ മോൾക്ക് ഈ സ്വഭാവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകൾക്ക് ഒരു പ്രേമമോ കല്യാണമോ ഉടനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ നീ വന്നു കഴിഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവായിരിക്കും. ഈ വീട്ടിൽ താമസിക്കുന്ന പുരുഷൻ എനിക്ക് എപ്പോഴും സ്വന്തമായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സമ്മതമാണെങ്കിൽ മാത്രം മതി കല്യാണം എന്ന് പറഞ്ഞു. എൻ്റെ മകള് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. അവൾക്കല്ലെങ്കിലും നിന്നോട് പ്രേമുണ്ടെന്നല്ലാതെ പൊസസീവ്നെസ് ഒന്നുമില്ല. അവൾ എന്ത് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അവളുടെ കാര്യം ഓക്കെയാണ്. നീ റെഡിയാണോ എന്ന് ചോദിച്ചു. ഇനി റെഡിയാണെങ്കിൽ മാത്രം നീ ബാക്കി കാര്യങ്ങളിലേക്ക് എസ് മൂളിയാൽ മതി എന്ന് പറഞ്ഞു. അവസാനം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നോട് വിജനമായൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ ചോദിച്ചു, എന്താമേന്ന്? ആ ദേ ഇവിടെ ആരുമില്ല, റോഡ് സൈഡിലേക്ക് കാറ് മാറ്റി നിർത്താൻ പറഞ്ഞു. അവർ പറഞ്ഞെടുത്ത് നിർത്തി. അവരെന്നെ പുറത്തിറക്കി. അത് കഴിഞ്ഞ ശേഷം അവർ കാറിൽ ചാരി നിന്നു. ഞാൻ അരികിൽ നിന്നു. അവിടെ എങ്ങും ആരുമില്ല. വിജനമായ സ്ഥലമാണ്. പിന്നെ രാത്രിയാകുന്നു. താഴെ ചെറിയൊരു തിട്ട പോലെയാണ്, താഴ്ചയാണ്. അവരെന്നോട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ അധികം ആരും വരില്ല. ഈ കാറിൽ ഞാൻ ചാരി നിൽക്കും. ഇവിടെ വെച്ച് നീ പുത്തരിയെങ്കും കുറിച്ചോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് പബ്ലിക് പ്ലേസ് ആണ്, എനിക്ക് പേടിയാണെന്ന്. ഞാൻ പറയുന്നിടത്ത് എന്തും അനുസരിക്കുന്നൊരു മരുമകനാണ് വേണ്ടത്. അവിടെ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നിനക്ക് പറ്റുമോ ഇല്ലയോ എങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞു. മാഡം, എനിക്ക് എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പബ്ലിക് പ്ലേസിൽ കാറിൽ ചാരി നിൽക്കുന്നവരെ ഒരു കനക വിഗ്രഹം പോലെ എനിക്ക് കരുതേണ്ടി വന്നു. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവർക്കത് പ്രശ്നമേ ആയിരുന്നില്ല. നിന്റെ യജ്ഞം
തീർത്തിട്ട് മാത്രം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പേടികൊണ്ട് ഞാൻ തീർക്കാൻ പറ്റുമോ അറിയില്ലെന്ന്. അവർ പറഞ്ഞു അവസാനം യാഗശാലയിൽ തീർത്ഥം തളിച്ചിട്ട് മാത്രമേ നിനക്ക് പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ നിന്നെ പരാജയപ്പെട്ടവനായി പ്രഖ്യാപിക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ അക്ഷീണം പ്രവർത്തിച്ചു. എനിക്കവിടെ വിജയമുണ്ടായി. അത് കഴിഞ്ഞ ശേഷമാണ് അവരെന്നെ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ കല്യാണം നടന്നു മാഡം. എൻ്റെ ഭാര്യയും വിചിത്ര സ്വഭാവക്കാരിയാണ്. അമ്മ പറഞ്ഞത് അതേപോലെ കേൾക്കും. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കോപ്പ് കിട്ടുമ്പോൾ അമ്മയ്ക്കന്ന് ഉത്സാഹമാണെങ്കിൽ എന്നെ മുട്ടി വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പറയും സാരമില്ല പോയിട്ട് വരുമെന്ന്. അവൾക്കത് സന്തോഷം തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. അവൾക്ക് എന്നോട് പ്രേമമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പൊസസീവ്നെസ്സുമില്ല. പിന്നെ അവൾക്ക് ഇതൊക്കെ സാമട്ടിലാണ്. അമ്മയാണ് അവളുടെ എല്ലാം. മാഡം, ആദ്യമൊക്കെ ഇതൊന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല. ഇടവും വലവും എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അത് രസമാണെന്നല്ലേ കരുതുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പോകെ പോകെ അങ്ങനെയല്ല. അവർ നിയന്ത്രിക്കുകയാണ്. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാൻ അവർ സമ്മതിക്കുകയില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അലസിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഭാര്യയ്ക്കതിലൊന്നും ഒരു പരാതിയുമില്ല. അമ്മ പറഞ്ഞതാണ് ശരി. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ വലിയ ബാധ്യതയാണ്. നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാമെന്നാണ് രണ്ടുപേരുടെയും ഒരിത്. പക്ഷേ ഭാര്യയ്ക്ക് എൻ്റെ അമ്മായിമ്മേക്കാൾ ബൗദ്ധിക നിലവാരം കുറവാണ്. എല്ലാം ഓക്കെയാണ്, ഞാൻ ആശ്ചര്യം കിട്ടി. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് കറക്റ്റായിട്ട് പോകാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് കഴിയാനോ ഉള്ള അവസരമൊന്നും എനിക്ക് കിട്ടുന്നില്ല മാഡം. അങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മായിമ്മ അപ്പം തന്നെ എന്നെ തിരിച്ചു വിളിക്കും. ശരിക്കും ഇടവും വലവും രണ്ട് സ്വർഗപക്ഷികളുണ്ടെങ്കിലും ഞാൻ കൂട്ടിലടക്കപ്പെട്ട ഒരു ആൺകിളിയാണ് മാഡം. പണം ഇഷ്ടം പോലെയുണ്ട്. എന്ത് കാര്യങ്ങൾ വാങ്ങിക്കാം, ഈ ലോകത്തിലുള്ള എന്ത് വേണമെങ്കിലും വില കൊടുത്ത് വാങ്ങിക്കാം. പക്ഷേ അവർ എന്നെ നിയന്ത്രിച്ച് അവരുടെ സോണിൽ മാത്രമാക്കിയിരിക്കുകയാണ്. ഞാൻ ഈയിടെയായിട്ട് ഓർക്കുകയാണ്, ഇങ്ങനെ എത്ര കാലം ജീവിക്കും മാഡം? അതുമാത്രമല്ല എനിക്ക് ഒരു റെസ്റ്റുമില്ല. രണ്ടുപേരെയും മാനേജ് ചെയ്ത് ശരിക്കും എൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി. ഞാൻ ഓർത്തു ജീവിതത്തിൽ ഏറ്റവും വലുത് ഇതൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുമ്പോൾ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് സന്തോഷമായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തും അധികമായാൽ അമൃത വിഷം എന്ന് പറഞ്ഞതുപോലാണെന്ന് എനിക്ക് മനസ്സിലായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട അവസ്ഥയിലാണ് മാഡം. വിവാഹമോചനം നടത്തി ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോട്ടെ. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അവരെ തിരുത്താനോ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതിൽ നിന്ന് പിന്മാറുന്നത് ശരിയാണോ, ധാർമ്മികമാണോ മാഡം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ധാർമ്മികം എന്ന വാക്ക് നിങ്ങളെങ്ങനെ ഉപയോഗിക്കുന്നു? അതായത് ആ സ്ത്രീ പറഞ്ഞ കഥ കേട്ട് അവരുടെ ജീവിത സംഭവങ്ങൾ കേട്ട് വിചിത്രമായ കാര്യങ്ങൾ കേട്ട് എങ്ങനെയെങ്കിലും സുന്ദരിയായ ഒരു ഭാര്യ മതി എന്നുള്ള രീതിയിൽ എല്ലാത്തിനും തലയാട്ടി സമ്മതിച്ച് വീട്ടുകാരെല്ലാം വെറുപ്പിച്ച് കല്യാണം കഴിച്ച ആളാണ് നിങ്ങൾ ഓർത്തു രസമെന്ന് പറഞ്ഞത് എല്ലാ കാലത്തും നീണ്ടു നിൽക്കുന്നതാണെന്ന്. പക്ഷേ ഇപ്പം മനസ്സിലായി വലിയൊരു കൂട്ടിലാണ് അകപ്പെട്ടതെന്ന്. അതങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ആദ്യം കാണുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും. ഇതിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളാണ്. അവർ പച്ചയായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ് ഇനിയാണ് കാര്യങ്ങളെന്ന്. ഭാര്യയെ മാറ്റിട്ടോട് തുറന്നു പറഞ്ഞു. അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ട കാര്യമില്ല, നിങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം നിങ്ങളിതെല്ലാം അംഗീകരിച്ച് ചെന്നിട്ട് ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കല്ലീവരി നല്ല വാക്ക് പറഞ്ഞ് പിരിയുക. നിങ്ങളിപ്പോൾ ഭർത്താവായിട്ട് അവിടെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ആജീവനാന്തം നോക്കണമെന്നോ അവർക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ കൂട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾ പറന്ന് നിങ്ങളുടെ ഇഷ്ടമുള്ളിടത്ത് പോവുക, അത് മതി. അല്ലാതെ സ്ട്രെസ്ഫുള്ളായിട്ടൊരു ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ല. ഇതിൽ ധാർമ്മികതയ്ക്ക് ഒരു കാര്യമില്ല. അവനവൻ്റെ ഇഷ്ടങ്ങളാണ് പ്രാധാന്യം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശരിയല്ല, അവർ ശരിയല്ല, അമ്മായിമ്മയും ശരിയല്ല, മരുമകളും ശരിയല്ല, ആരും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതിൻ്റെ കാര്യമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിളാണ്, ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിണക്കമില്ലാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക.